നമസ്കാരം. ചിങ്ങം 1 ആരംഭിക്കുവാൻ ഇനി അധികം ദിവസങ്ങളില്ല. ഓഗസ്റ്റ് 17-നാണ് ചിങ്ങമാസം ആരംഭിക്കുന്നത്. ചിങ്ങമാസവുമായി ബന്ധപ്പെട്ട ചില ജ്യോതിഷപരമായ ഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. പൂരാടം നക്ഷത്രത്തിൽ ആരംഭിക്കുന്ന ചിങ്ങമാസത്തിന് അനുകൂലമായ ഫലങ്ങൾ ധാരാളം വാരിക്കോരി ചൊരിയുന്ന അവസ്ഥ പോലും ഉണ്ടാകുന്നതാണ്. പലപ്പോഴും കുംഭം രാശിയിൽ സഞ്ചരിക്കുന്ന ശനി പോലും ഗുണഫലങ്ങൾ ധാരാളമായി നൽകുന്നു എന്നതാണ് വാസ്തവം. വ്യാഴത്തിന്റെ രാശിമാറ്റവും ഗുണഫലങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് നൽകുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത. ചിങ്ങമാസം ആരംഭിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ ചില നക്ഷത്രക്കാർക്ക് വളരെയധികം നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നു എന്ന് തന്നെ പറയാം. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഈ സൗഭാഗ്യങ്ങൾ തേടിയെത്തുക എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. അഥവാ ഈ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്ന നക്ഷത്രക്കാർ ഇപ്രകാരമാണ്. ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. ഏറ്റവും ശുഭകരമായ സമയം. പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കുന്നു എന്ന് തന്നെ പറയാം. നിങ്ങൾ ചെയ്യുന്നതായ ജോലികൾ ശരിയായ രീതിയിൽ പൂർത്തീകരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. തന്മൂലം പലവിധ അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. പ്രശംസ, അംഗീകാരങ്ങൾ തേടിയെത്താം. കൂടാതെ മേലുദ്യോഗസ്ഥരിൽ നിന്നും നിങ്ങൾക്ക് പ്രീതി സമ്പാദിക്കുവാൻ സാധിച്ചു എന്ന് വരാം. ശരിയായ സമയത്ത് ചെയ്യുന്നതിനാൽ അത് പലവിധ കാര്യങ്ങൾ, അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതിന് സഹായകരമായി തീരും. കൂടാതെ നിങ്ങൾ പ്രാവർത്തികമാക്കുവാൻ ശ്രമിക്കുന്നതായ കാര്യങ്ങൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പറയുന്നതായ പല കാര്യങ്ങളും ശരിയായ രീതിയിൽ പ്രാവർത്തികമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. കൂടാതെ നിങ്ങളെ തേടി ഭാഗ്യഫലങ്ങൾ, അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. കുടുംബത്തിന്റെ പിന്തുണ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നു എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ബിസിനസ് ചെയ്യുന്നവരാണ് എങ്കിൽ ലാഭം നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. കൂടാതെ സാമ്പത്തികമായ ലാഭങ്ങൾ, നേട്ടങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതുമാണ്. മക്കളുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലും അഭിമാനിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. വിദ്യാർത്ഥികൾക്കും അനുകൂലമാണ് സമയം. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പലവിധ യാത്രകൾ, അത് വിദേശ യാത്രകൾക്ക് പോലും സാധ്യത കൂടുതലായ ഒരു മാസം തന്നെയാകുന്നു. തീർച്ചയായും അനുകൂലമായ സമയമാണ്. ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടത് അനിവാര്യം തന്നെയാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ അനുകൂലമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. പലവിധ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. തൊഴിൽപരമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം. പല വിധത്തിലും അത്ഭുതപ്പെടുത്തുന്നതായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. നിരവധിയാർന്ന നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതുമാണ്. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അനുകൂലമാണ് സാഹചര്യം. വിദേശത്ത് ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ജോലി ലഭിക്കുവാനുള്ള സാധ്യതകളോ പഠനവുമായി ബന്ധപ്പെട്ട് പോകുവാനുള്ള സാധ്യതകളോ തെളിയുന്നതായ സമയം. ഗുണാനുഭവങ്ങൾ പൊതുവെ വർദ്ധിക്കുന്നതായ സമയം എന്ന പ്രത്യേകതയുണ്ട്. കൂടാതെ ഈ സമയം ഗുണഫലങ്ങൾ ധാരാളമായി നിങ്ങളെ തേടിയെത്തും. പല കാര്യങ്ങളും ദൗർഭാഗ്യവശാൽ നഷ്ടപ്പെട്ടിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ. എന്നിരുന്നാൽ പോലും ഇപ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരും എന്ന കാര്യം പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായ സമയമാകുന്നു. ശരിയായ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ പ്രവർത്തിക്കേണ്ടതായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂയം നക്ഷത്രമാകുന്നു. പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം. പൂയ നക്ഷത്രക്കാർക്ക് പലവിധ സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്ന സമയമാകുന്നു. പ്രധാനമായും ജീവിതത്തിൽ ചില മാറ്റങ്ങൾ, അത് നിങ്ങൾ പ്രതീക്ഷിച്ചതോ പ്രതീക്ഷിക്കാത്തതോ ആയ ചില മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയം കൂടിയാണ് എന്ന് പറയാം. പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി മാറ്റുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. പൊതുവിൽ നോക്കുമ്പോൾ അത് നിങ്ങൾക്ക് പ്രതികൂലമാണ് എന്ന് തോന്നും. എന്നിരുന്നാൽ പോലും അത് അനുകൂലമാക്കി തീർക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും ശരിയായ രീതിയിൽ ജീവിതത്തിൽ പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് അനുകൂലമാക്കുവാൻ സാധിക്കും. പലവിധ നേട്ടങ്ങൾ, ശോഭനമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് തേടി വരാം. ബിസിനസ് ചെയ്യുന്നവർക്ക് ചില അവസരങ്ങൾ വന്നു ചേരാം. ചില മാറ്റങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം പലവിധ ആശയങ്ങൾ, പോസിറ്റീവായ ആശയങ്ങൾ മനസ്സിലേക്ക് കടന്നു വരാം. ഇത്തരത്തിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുന്നതിനാൽ
ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അത്ഭുതപ്പെടുത്തുന്നതായ നേട്ടങ്ങളും സന്തോഷകരമായ നിമിഷങ്ങളും ജീവിതത്തിലേക്ക് തേടിയെത്തുന്നതായ സമയമാണ് എന്ന് തന്നെ നിസ്സംശയം പറയാം. എന്നാൽ ഈ സമയം ഒരു കാര്യം പ്രത്യേകം ഓർക്കുക. എടുത്തു ചാടിയ തീരുമാനങ്ങൾ കൈക്കൊള്ളാതിരിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന കാര്യവും ഓർക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ അനുകൂലം തന്നെയാകുന്നു. പലവിധ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. കൂടാതെ ഈ സമയം പലപ്പോഴും സമ്പന്നമായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഈ സമയം പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിൽ പലവിധ നേട്ടങ്ങൾ വന്നു ചേരാം. ആത്മാഭിമാനത്തോടെ തന്നെ മുന്നോട്ട് പോകുവാൻ പ്രത്യേകിച്ചും ഈ മാസവും ഈ വർഷവും നിങ്ങൾക്ക് സാധിക്കും. പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരാം. ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നതല്ല, അതായത് തീരെ ഉണ്ടാവില്ല എന്നല്ല പറയുന്നത്, പൊതുവെ കുറവായിരിക്കും എന്നാണ് പറയുക. അതിനാൽ തന്നെ ഈ സമയം അത്തരം കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ജീവിതത്തിൽ നിന്നും ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സാധിക്കും. എന്നാൽ ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിസമ്പന്ന യോഗം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. കൂടാതെ സാമ്പത്തികപരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും അനുകൂലമായി തീരാം. അതീവ ജാഗ്രത ചില കാര്യങ്ങളിൽ പുലർത്തേണ്ടതായിട്ടുണ്ട്. അത് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ തന്നെയാണ്. കൂടാതെ നിങ്ങളുടെ തൊഴിൽ മേഖലയിലും അല്പം ശ്രദ്ധ പുലർത്തുക. സാമ്പത്തിക കാര്യങ്ങൾ ഒരു വ്യക്തിയെ അമിതമായി വിശ്വസിക്കുന്നത് മൂലം നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യത കൂടുതലാകുന്നു. ആ കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. നെഗറ്റീവായ കാര്യങ്ങൾ പലപ്പോഴും നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരാം. അത്തരം ചിന്തകളെ നിങ്ങൾ അവഗണിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് സമയം അനുകൂലമാണ്. ഈ വർഷം പൊതുവിൽ പലവിധ അവസരങ്ങളും പുതിയ ആശയങ്ങളും സാമ്പത്തികപരമായ നേട്ടങ്ങളും വന്നു ചേരാം. അതിനാൽ ഈ സമയം ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ആരാധിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ശുഭം. മറ്റൊരു നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാകുന്നു. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് പലവിധ അനുകൂലമായ കാര്യങ്ങളും പലവിധ മാറ്റങ്ങളും ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ സമയമാകുന്നു. അത്ഭുതകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു സമയമാണ് എന്ന കാര്യം നിസ്സംശയം പറയാം. കൂടാതെ ഈ സമയം കഠിനാധ്വാനത്താൽ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് സ്വന്തമാക്കുവാൻ ആർജിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ സമയം മനസ്സിൽ വരുന്നതായ പല തെറ്റായ ചിന്തകളെയും ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. പ്രയോജനകരമായ പല മാറ്റങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരാം. രാഷ്ട്രീയപരമായും നിങ്ങൾക്ക് ഉയർച്ച നേടുവാൻ സാധിച്ചു എന്ന് വരാം. അനുകൂലമായ നേട്ടങ്ങൾ വർദ്ധിക്കുന്നതായ സമയമാകുന്നു. ധനം തുടങ്ങിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കാതെ കടന്നു വരാം. ജോലി ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. വിദേശത്തും നാട്ടിലും ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പഠനം, ജോലി തുടങ്ങിയ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് വിദേശത്തേക്ക് പോകുവാനുള്ള സാഹചര്യങ്ങൾ പോലും ഉരുത്തിരിയാം. കൂടാതെ ഈ സമയം മനസ്സിന് സന്തോഷം പകരുന്ന പലവിധ കാര്യങ്ങളും ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതുമാണ്. ഈ സമയം നിങ്ങൾ ചിന്തിക്കുന്നതായ പല കാര്യങ്ങളും ശരിയായ രീതിയിൽ പ്രാവർത്തികമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. ബിസിനസ് പരമായി അല്പം ഉയർച്ച നേടുവാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത്. പുതിയ ആശയങ്ങളും കടന്നു വരാം.